അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ബാങ്കിങ്, ഇസ്ലാമിക് ശരിയ എങ്ങനെയാണ് ഓപ്പൺ ബാങ്കിങ്ങിനോട് ഇടപഴകുന്നത്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നതിനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം, നമ്മളൊരു ആദ്യകാലത്ത് ഫിഖി മസാലകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ തസവ്വുർ, പിന്നെ അത് തക്ലീഫ്, പിന്നെ അതിൻ്റെ ഹുക്കുമാണ് നമ്മൾ നോക്കൽ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഓപ്പൺ ബാങ്കിങ്, എന്താണ് ഓപ്പൺ ബാങ്കിങ് കൊണ്ട് ഉദ്ദേശം എന്ന് നമുക്ക് നോക്കാം. ഒരു കസ്റ്റമർ തൻ്റെ ബാങ്ക് ഡാറ്റ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ അനുവദിക്കുന്നു. മറ്റുള്ളവർ പറഞ്ഞാൽ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിന് ഒന്നെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു ബഡ്ജറ്റിംഗ് ആപ്പിൽ വേണ്ടിയായിരിക്കും, അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് ബേസ്ഡ് ആയിരിക്കും, അല്ലാണ്ടെങ്കിൽ കമ്പാരിസൺ സർവീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ വേണ്ടി ആയിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ പൊതുവെ കാണുന്ന ഗൂഗിൾ പേക്ക് നമ്മളെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ പേ, അത് പേടിഎം ആയാലും ക്രെഡ് ആയാലും, അത് യുനോയിൽ നമ്മൾ ബാങ്കിങ് സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് യുനോയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളത് കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ തേർഡ് പാർട്ടി എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം, തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്? നമ്മൾ രണ്ടും, കസ്റ്റമറും അതുപോലെ തന്നെ ബാങ്ക്, പിന്നെ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മൂന്നാമതൊരാൾക്ക് കൊടുക്കുക, അങ്ങനെ അതിലൂടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്? നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇജ്തിഹാദിലേക്ക് പോകേണ്ടത് എന്ന് നമുക്കറിയാം. പ്രധാനമായിട്ടും അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹത്തു, അഥവാ ഇത് പുതിയ കാലത്ത് വരുന്ന ഓരോ ചർച്ചകളായതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ, ഹദീത്ത് എന്നിവ കിട്ടാതെ നമ്മൾ ഇജ്തിഹാദിലേക്ക് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിഖിയിലെ ബേസായ കായികകൾ കുറച്ച് നമുക്ക് എടുത്ത് നോക്കുകയാണെന്നില്ല. അൽ അസ്ലു ഫിൽ മുആമലാത്തി അൽ ഇബാഹത്തു, അതുപോലെ തന്നെ നമുക്കറിയാം ലാ ദററ വലാ ദിറാറ, അതൊക്കെ നമുക്കറിയാം. ഇനി എന്താണ് ഈ പ്രവർത്തനത്തിലൂടെ നടക്കുന്നത്? അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ, ഒരു അമീൽ, നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുമായി കോൺടാക്ട് ചെയ്യും. അങ്ങനെ ബാങ്കിൻ്റെ നമ്മുടെ റിലയോടുകൂടി, നമ്മുടെ ഇതിനോടുകൂടി, നമ്മുടെ സമ്മതത്തോടു കൂടി അതെന്താകും? ഒരു മൂന്നാമതൊരാളിലേക്ക് നമ്മുടെ ഡേറ്റാസ് കൈമാറും. ഒരു പ്രത്യേകമായിട്ടുള്ള സ്ട്രക്ചറോട് കൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. നമ്മുടെ സമ്മതത്തോടു കൂടിയായിരിക്കും ബാങ്ക് മൂന്നാമത്തെ ആളുകൾക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല എന്താണെന്ന് നോക്കി, എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? തസവ്വുർ നമ്മൾ ചെയ്തു. ഇനി തക്കീഫ് എന്തൊക്കെയാണ് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നത്? ബാങ്കുമായി എന്തൊക്കെ ബന്ധപ്പെടുന്നത് വെച്ചാൽ, നമ്മൾ അവിടെ നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ബാങ്കിൻ്റെ അടുത്തുള്ള നമ്മുടെ ഡേറ്റകൾ, അത് നമ്മളെ അമാനത്താണ്. അതുപോലെ തന്നെ ഒരു ഓണറിൻ്റെ സമ്മതത്തോടു കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് മൂന്നാമതൊരാൾ പാർട്ടിയിലേക്ക്, മൂന്നാമത് തേർഡ് പാർട്ടി നമുക്ക് കൈമാറേണ്ടത്, ബാങ്ക് കൈമാറേണ്ടത്. അപ്പോൾ നമ്മളും നമ്മുടെ സമ്മതത്തോടു കൂടിയായിരിക്കും. അതാണ് റിള എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമതായിട്ട് വക്കാലത്ത്, തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് എന്താണ്? ഒരു ബൗണ്ടഡ്, ഒരു അക്കൗണ്ടബിൾ ഏജൻ്റായിട്ടായിരിക്കും ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സെത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ അനുമതി കൊടുത്തത്, നമ്മൾ ഇത്ര ഡീറ്റെയിൽസ് മാത്രമേ കൈമാറുന്നുള്ളൂ, നമ്മുടെ ഇത്ര ഡേറ്റ മാത്രമേ കൈമാറുന്നുള്ളൂ എന്നുള്ള അതിലേറെ എടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതില്ല. അതാണ് സിത്തർ എന്ന് പറഞ്ഞാൽ. ആദ്യമായിട്ട് നമ്മൾ അമാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനത്തി ഇലാ അഹ്ലിഹ, അതുപോലെ തന്നെ അദ്ദിൽ അമാനത്ത ഇലാ മൻ യതമനക. അപ്പോൾ ഇതെങ്ങനെ ബാങ്കുമായി ബന്ധപ്പെടുക? ഒരു ബാങ്കിൻ്റെ അടുത്തുള്ള കസ്റ്റമറിൻ്റെ ട്രാൻസാക്ഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് മുസ്തൗദിയാണ്, അഥവാ ഡെപ്പോസിറ്ററി ആയിട്ട് ഒരു അമാനത്തിൻ്റെ മുസ്തൗദിയാണ് അവിടെ ഉള്ളത്. അതെന്താൻ പാടില്ല? തേർഡ് പാർട്ടിയിലേക്ക് അറിയാതെ കൊടുക്കാനുള്ള, ഒരു നമ്മുടെ ഓണർ അറിയാതെ ചെയ്യാനുള്ള അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ സാധനം എന്തായിരിക്കണം? ഈ ഓണറിൻ്റെ സമ്മതപ്രകാരം, അദ്ദേഹത്തിൻ്റെ ഓതറൈസേഷൻ മുഖേന മാത്രം
നീങ്ങേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് എന്തായിരിക്കണം, ലൈസൻസ്ഡ് പാർട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ നൽകുന്നത് അതിന് മാത്രമായിരിക്കണം അവർ അത് ഉപയോഗിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അമാനത്ത് ഖിയാനത്ത് ചെയ്യലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രൊഹിബിറ്റഡ് ആണ്, അത് പറ്റൂല. അപ്പോൾ അവിടെ അമാനത്ത് വേണം. രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു റിള. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഇല്ലാൻ തകൂനു തിജാറത്തൻ അൻ തറാദി മിൻകും. അതുപോലെ തന്നെ ഇന്നമൽ ബൈ അൻ തറാദീൻ, ഒരു തൃപ്തി മുഖേനയാണ് ബൈ ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ കാരൊക്കെ കൂട്ടിയിടുന്ന ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഖശ ഫലൈസ മിന്ന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം, ഇതിന് മുഖേനയാണ്, ഒരു റിള മുഖേനയാണ് ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടാക്കപ്പെടുന്നത്. കാരണം അപ്പോൾ ഒരു കസ്റ്റമർ എന്താണ് അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്, അത് ഈ ഒരു കസ്റ്റമറിൻ്റെ സമ്മതപ്രകാരമായിരിക്കണം. അദ്ദേഹം ഇൻഫോം ചെയ്യപ്പെടണം. അതുപോലെ തന്നെ അദ്ദേഹം അത് അറിഞ്ഞിരിക്കണം. എന്ത് ഡാറ്റയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് എന്ന് ഈ ഒരു കസ്റ്റമർ അറിഞ്ഞിട്ടില്ലാണെങ്കിൽ ഇത് അനുവദനീയമല്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസൊക്കെ പോലും മറച്ചു വെച്ചാണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അനുവദനീയമാവുകയില്ല. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വക്കാല, നമ്മൾ ഒരു ഏജൻസി അഥവാ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്, നമ്മൾ വക്കീലിൽ നമുക്ക് തേർഡ് പാർട്ടിയെ എങ്ങനെ കൈമാറും, ഒരു വക്കീലായിട്ട് കാണാം. തേർഡ് പാർട്ടി ഈ ഒരു കസ്റ്റമറിൻ്റെ സാന്നിധ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വക്കീലായിട്ട് നമുക്ക് തേർഡ് പാർട്ടിയെ കാണാം. ഈ ഒരു വക്കീലിന് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആപ്പിന് എൻ്റെ എന്ത് കൊടുത്തു, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കാനൊക്കെ അനുമതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വേറെ ഇൻഫോർമേഷൻ കണ്ടെത്തിയാണ്ട് അതിന് വേണ്ടി പ്രവർത്തിക്കാനും പറ്റുകയില്ല. അവർക്ക് ആകെ പറ്റിയ എന്താണ്, ആ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനും മാത്രമാണ് പറ്റുക. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്താണ്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അതോറിറ്റി മാത്രമേ, ഒരു അധികാരം മാത്രമേ അതിൻ്റെ മേലെ ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണോ ഓണർ അഗ്രി ചെയ്യുന്നത്, അതിൻ്റെ മേൽ എന്താണോ ഈ സമ്മതം കൊടുക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഓണറിന് ഇത് ഒഴിവാക്കണം, അങ്ങനെയാണ് ഇത് ഒഴിവാക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ പറഞ്ഞു സിത്തർ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്തുണ്ട്, ഒരു വ്യക്തിഗത നിയമങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് പറഞ്ഞാൽ. സിത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്താ തസ്തനിസു, അതുപോലെ തന്നെ ത്വലാ ഫീ ബൈത്തി ഖൗമി ബിഗൈരി ഇദ്നിഹിം, അങ്ങനത്തെ ആയത്തുകളൊക്കെ വരുന്നുണ്ട്, ഖുർആൻ ആയത്തുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസുകൾ വരുന്നുണ്ട്. ഒരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കരുത്. അപ്പോൾ ഈ ഒരാളെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുക പറഞ്ഞാൽ എന്താണ്, അതിലാട്ടി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡുകളിലേക്ക് ഒരാളെ അനുമതി ഇല്ലാതെ തൻ്റെ സാമ്പത്തികമായ ഇടപാടിലേക്ക് നമ്മൾ എത്തി നോക്കുക എന്നുള്ളത് ഖിയാസുൽ ഔലയായിട്ട് വരും. അപ്പോൾ ഈ ഓണർ അനുവദിക്കാത്ത സാധനത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് അത് തെറ്റാണ്. ബിയോണ്ട് ദ പെർമിഷൻ നൽകുന്നതിൻ്റെ മേലെ കൂടെ നോക്കാൻ പാടില്ല. ഇത്രയേ നോക്കാൻ പറ്റുള്ളൂ, ഒരു ഡാറ്റ മിനിമൈസേഷൻ ഇത്രയേ നോക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ TPP അഥവാ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ് എന്താണ് ഇവിടെ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്, അതിനാവശ്യകമായ ഡാറ്റ ഓണറിൻ്റെ സഹായത്തോടെ, ഓണറിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓപ്പൺ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ന്യൂട്രലായിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ്. അഥവാ ഒരു പൈപ്പ് മോഡൽ, നമുക്കൊരു പൈപ്പ് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. പൈപ്പ് മോഡൽ പ്രവർത്തിക്കുന്ന സാധനമാണ്. ആ പൈപ്പ് ഒറ്റയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷേ അതിലൂടെ ഹറാമോ അല്ലെങ്കിൽ ഹലാൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് അതിൽ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഈ ഒരു ഓപ്പൺ ബാങ്കിങ് സിസ്റ്റത്തെ മൊത്തം നമുക്ക് എതിർക്കാൻ പറ്റുകയില്ല. കാരണം അതിനൊരു പ്രശ്നം നമുക്ക് പറയാൻ പറ്റില്ല. മറ്റേ ഇത് വേറെ സാധനത്തിന് കണക്റ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയാം. ഹറാം നമുക്കറിയാം, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅൽ ഖറർ. ഓപ്പൺ ബാങ്കിങ്ങിൽ ഉണ്ടാകുന്ന സർവീസുകൾ, അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന ഡാറ്റാസ് എന്താകാൻ പാടുകയില്ല, റിബ ബേസ്ഡ് ഫെസിലിറ്റീസിൽ ആകാൻ പാടുകയില്ല. ഇത് ഹറാമാവുന്ന ഒരു വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കസ്റ്റമറിന് ഈ ഒരു ആപ്പ് നമ്മൾ പെർമിഷൻ കൊടുത്തു, ആപ്പിന് പെർമിഷൻ കൊടുത്തു, അങ്ങനെ നമ്മുടെ ഇൻകവും നമ്മുടെ ട്രാൻസാക്ഷൻസ് നോക്കിയാണ്ട് നമുക്കൊരു ലോണ്, ഒരു ഇൻട്രസ്റ്റുള്ള ഒരു ലോണ് നമുക്ക് അത് തരികയാണ്, നമ്മൾ സെറ്റാക്കി തരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഓപ്പൺ ബാങ്കിങ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ അല്ല പ്രശ്നം, അതിലൂടെ വരുന്ന ആ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് ഒരു പ്രശ്നമുണ്ട്. അത് റിബ ബേസ്ഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹറാമായിരിക്കും. അപ്പോൾ ഒരു ഓപ്പൺ ബാങ്കിങ് ടെക്നോളജി അത് ഹറാമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് എന്താണ്, ഒരു റിബ ബേസ്ഡ് ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള
കാര്യങ്ങൾ അതിലൂടെ നടക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം ഹറാമായിരിക്കും. അപ്പോൾ നമുക്ക് ഹുക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഓപ്പൺ ബാങ്കിങ് എന്ന് പറഞ്ഞല്ല ഒരു അത് സ്വയമേ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൻ്റെയും അസ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇബാഹത്താണ്. അത് അതിൻ്റെ ഒരു പെർമിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് ഒന്നാമതായിട്ട് അമാനത്ത് ഉണ്ടായിരിക്കണം, രണ്ടാമത്തെ റിബ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സത്ർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വക്കാലത്ത് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ റിബ, അതുപോലെ തന്നെ ഗറർ നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങൾ അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ലൊറർ അതിലുണ്ടാകാൻ പാടില്ല, ഗററും അതിലുണ്ടാകാൻ പാടില്ല. ഇവൻക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ബുദ്ധിമുട്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഗറർ വഞ്ചിക്കപ്പെടുന്ന കുറച്ച് അവസ്ഥകളുണ്ട്, അതുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പറ്റുകയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കെ അത് പെർമിസിബിളാണ്. അല്ലാന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ വരിക. ഇനി നമ്മൾ ഇപ്പോൾ നടക്കുന്ന കുറച്ച് കണ്ടംപററി ഇൻസ്റ്റിറ്റ്യൂഷണലിസം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് AAOIFI കണ്ടംപററി ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AAOIFI അഥവാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, അതാണ് ഇസ്ലാമിക് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ നിൽക്കണ അങ്ങനെ ഒരു സംഘടന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ OIC ഫിഖ് അക്കാദമി പറഞ്ഞാലും, അതുപോലെ തന്നെ IFSB എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാവണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 കാര്യങ്ങൾ എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ 6 കാര്യങ്ങൾ ഒരു ട്രാൻസാക്ഷനിൽ ഓപ്പൺ ബാങ്കിങ്ങിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഇതിന് പ്രശ്നം ഉണ്ടാവുകയില്ല. ആ ഒരു ട്രാൻസാക്ഷൻ ആ ഒരു കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയില്ല. അങ്ങനെയല്ല, മറിച്ച് എന്താണ് ഇതിലൂടെ റിബ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ട്രാൻസാക്ഷന് അങ്ങനത്തെ ഇതിനാണ് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഈ ഒരു ഓപ്പൺ ബാങ്കിങ് എന്ന സിസ്റ്റം അതിനൊരു പ്രശ്നമല്ല, അതിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.